ഞങ്ങളെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ്. അവരൊക്കെ ഉണ്ട്, മൈന, വിശാല്, മുനീറ, പിന്നെ ഇതുണ്ട്. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ഓക്കെ, ഇതാ ഞങ്ങളുടെ ബബലു ഒറാറ്റ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതാ ഇന്നത്തെ ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ എൻ്റെ ഫ്രണ്ട്സോളെയും കൂട്ടിയിട്ട് ഒരിടം വരെ പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്നത് എങ്ങണ്ടായി എന്താന്നൊക്കെയുള്ള വിശേഷങ്ങൾ വഴിയേ പറയാം. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് വഴി അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ കുറ്റിപ്പുറം ടു ചാവക്കാടേക്കാണ് പോണത് കേട്ടാ. ചാവക്കാട് എന്താന്ന് വെച്ചാല് ഞങ്ങളെ ഫ്രണ്ട് നിബുലാന്റെ വീട്ടിലേക്കാണ് പോണത്. ഞങ്ങൾ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി കൂടുമ്പോൾ ഓരോ തവണ ഓരോരുത്തരുടെ വീട്ടിലാണ് കൂടുക. ഒരു തവണ എൻ്റെ വീട്ടിൽ, ഒരു തവണ മിഷാലിന്റെ വീട്ടിൽ, അടുത്ത ഊഴതാ നിബുലാന്റെ വീട്ടിലാണ് കേട്ടാ. നിബു വീട് വെച്ചതിന് ശേഷം കുറേ ആയി വിളിക്കണം എല്ലാവരും കൂടി വായടോ വായടോ എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഖത്തറിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാണ് എല്ലാവരും. വന്നപ്പോൾ ഞങ്ങൾ ഇതാ രണ്ടാമത്തെ ദിവസം തന്നെ നേരെ അവളെ വീട്ടിലേക്ക് പോവാം. പോകുന്ന വഴിക്ക് ഇതാ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവളെ വീട് ലക്ഷ്യമാക്കിയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി ഇതാ പോവാണ് അല്ലേ. കേക്ക് അവിടെ ഇരുത്താൻ പറ്റും, ബാക്കി കൊടുത്താളെ അല്ലെങ്കിൽ കാലിൻ്റെ അടി വെച്ചാളെ. പേരെഴുതിയാ എന്താ എഴുതി? ഓൾഡ് ബെറ്റീസാ. എടി ഉമ്മേന ഓൾഡ് ബെസ്റ്റീസ് എന്ന് പറഞ്ഞെടുത്തപ്പോ ഞങ്ങൾ അറിയണ്ടേ ഓൾഡ് എന്ന് പറഞ്ഞ ചങ്ങായിമാരും അറിയാം. ഓൾഡാ ഞങ്ങൾക്ക് അറിയാം, ബെസ്റ്റീസ് മാത്രം മതി. ചാവക്കാട്ടുകൾ എൻ്റെ ആദ്യത്തെ ഡ്രൈവും നമ്മളെ റോഡിന്റെ ഇപ്പത്തെ മാറ്റങ്ങളൊക്കെ പാടി ആയതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചിട്ടാണ് പോണത് കേട്ടാ. മേക്കപ്പ് ഇട്ട് നിന്നിട്ടാ വീഡിയോ എടുക്കണ്ടേ. സംഭവം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് ഓൾഡ് ബെസ്റ്റീസ് എന്നൊക്കെയാണെന്നുണ്ടെങ്കിലും ഓൾഡ് ആണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് വല്ലാത്തൊരു മടിയില്ലായികയില്ല കേട്ടാ. ഞങ്ങളെ ഈ ഫ്രണ്ട്ഷിപ്പിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടാ. കാരണം ഞങ്ങളെല്ലാവരും കുറ്റിപ്പുറക്കാരാണ്. ഞങ്ങളെല്ലാവരും ചെറുപ്പം മുതലെയുള്ള ഫ്രണ്ട്സുകളാണ് കേട്ടാ. എന്നാലും അൽഹംദുലില്ലാ കല്യാണം കഴിഞ്ഞിട്ട് 1 2 3 4 മക്കൾ, 4 എന്ന് പറഞ്ഞത് ഇതിന്റെ കാര്യത്തിലാണ് കേട്ടാ. അപ്പോൾ ഈ 4 മക്കളായിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിന് ഇതുവരെ ഒരു കോട്ടം പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോരോ വഴിക്ക് പോയെങ്കിലും പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ തന്നെയാണ്. വഴി കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഓളെ വീട്ടിൽ ആദ്യമായിട്ട് പോണതുകൊണ്ടും ഓൾക്ക് വീഡിയോ കോളും വിളിച്ചിട്ട് ഓൾ പറഞ്ഞ വൈക്ക് കൂടെയൊക്കെയാണ് ഞങ്ങൾ പോണത് ഇട്ടാ. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്. നല്ല കുട്ടനാടൻ ഏരിയയാണല്ലോ. അന്നെ പോലെയല്ലോ അതേപോലെ ചെറുക്കുള്ള സ്ഥലമാണല്ലോ. അന്നെ പോലെയല്ലോ. അങ്ങനെ ചോദിച്ച് ഞങ്ങളിതാ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടാ. ഇനി എത്തിക്കഴിഞ്ഞിട്ടാണ് കളി. ഒരു കോൺക്രീറ്റ് മുറ്റത്ത് കാണാം, ഒരു വീടിന്റെ മുറ്റാണോ ഇവിടെ ഒരു ആട് നിക്കണ്ടതാ. എടി ഇവിടെ ഒരു ആട് നിർത്തിയിട്ടുണ്ടതാ എന്റെതാ. ഇതീ വിട്ടുക്കോ റോഡ് നേരെ ക്രോസ് ചെയ്തിട്ട് ഈ വഴിക്കടി വഴി കയറൂലേ ഈ വഴിയല്ല. പിന്നെ വണ്ടി എന്താ അന്ത്യോളം വെള്ളം കൊടുന്ന് അന്തിക്ക് കലകൊടുക്കാന്ന് കേട്ടിട്ടില്ലേ, അതാ പണിയാണ് പോള് ചെയ്ത് കിട്ടുക. വീഡിയോ കോളും വിളിച്ചിട്ട് ഓള് റേറ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ഓള് പറഞ്ഞത് എവിടെക്കാ ഓളിരിക്കണ റേറ്റ് പറഞ്ഞത് ഞങ്ങളെ ലെഫ്റ്റാണ്. അപ്പോൾ ഓള് കാട്ടിയത് റൈറ്റിക്കും ഞങ്ങൾ പോയത് ലെഫ്റ്റിക്കും ആയിപ്പോയി. എന്തായാലും കറങ്ങിത്തിരിങ്ങി ലാസ്റ്റ് ഞങ്ങൾ ഇതാ ഒരു വിധത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ലാസ്റ്റ് വന്ന് നോക്കിയപ്പോഴാണ് സംഭവം ഞങ്ങളിവിടെ എത്തിയിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഓളെ റേറ്റും ലെഫ്റ്റും ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയി. ഈ ലെഫ്റ്റും റേറ്റും മാറിപ്പോയാൽ ഇത്രയ്ക്ക് വലിയ ഇടങ്ങറാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോഴാണ് പിന്നെ മനസ്സിലായത്. അങ്ങനെ കുഴി വീഴാതെ ഇവിടെ എത്തി. എടി അങ്ങനെ കുഴിയിൽ വീഴാതെ ഇവിടെ എത്തിയത്. എന്തായാലും ഓളെ റേറ്റും വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഒന്നും കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ എല്ലാവരും കൂടി ഇപ്പോൾ ഒരു കനാലിൽ പോയി ചാടിയേനെ. അതിൻ്റെ മുന്നിലെത്തിയിട്ടാണ് വണ്ടി നിർത്താൻ തോന്നിയത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആകെ പെട്ടുപോയേനെ. പിന്നെ അവിടെ നിന്ന് ഒരു വിധത്തിൽ പാടുപെട്ട് തിരിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഓളെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി ഓളെ റേറ്റും ലെഫ്റ്റും നേരിട്ട് പഠിപ്പിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി കയറി ചെല്ലണത്. എല്ലാ വ്ളോഗിലും എന്നെ കാണാറില്ല, ഈ വ്ളോഗിൽ അത് നന്നായി കണ്ടോട്ടേന്ന്. ഇതാണ് ഞങ്ങളുടെ ഡിബോ. ഓക്കെ, ഇതാണ് വഴി പറഞ്ഞെന്ന് തെറ്റിച്ചാള്. ഈ ലെഫ്റ്റ് അല്ല ആ ലെഫ്റ്റ്. അങ്ങനെ നിബുവിന്റെ കൊട്ടാരം മാഷാ അല്ലാഹ് ഞങ്ങൾ ആദ്യം കാണുകയാണ്. ജയ്മു ഇന്നത്തെ വ്ളോഗ് മൊത്തം ഞാനാട്ടാ.
ഞാനാട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അതെന്താടി മറ്റേ മെഡിക്കൽ ബെഡോ? ഞാൻ ഊരവേദനക്ക് പോകുമ്പോഴാണ് ഡോക്ടർ അടിപൊളിയായില്ലേ? എന്തായാലും മാപ്പിളാറ്റ് തെറ്റിക്കെടുക്കുമ്പോ എടുക്കാലോ. ഓൾക്ക് വേഗം ഓടിയത് ഇക്കൊന്ന് വേണത്. ഷൈമറക്കട അഞ്ചു വഴങ്ങ താഴെ കിടന്നു നടക്കി പ്രത്യേക ഏരിയ ഒന്നും ഉണ്ടാക്കിത്തല്ല. വഴക്ക് പറ്റിട്ട് താഴെ കിടന്നവർ. പിന്നെ കിച്ചനാ ഇതാണ് കിച്ചൺ അല്ലേ? അത് അക്കുനേറ്റ് തെറ്റിക്കെടുക്കുമ്പോ കിടക്കണ പറ്റണം സെപ്പറേറ്റ് ഒന്ന്. അവർ റാശി പറയും ഓൾക്കും വേണം ഒന്ന് അങ്ങനത്തേന്ന്. ഓൾക്കും വേണത്ര ഒന്ന്. ഞങ്ങളായതുകൊണ്ട് ഭംഗിയുള്ള ക്ലാസ് ഇങ്ങനത്തെ ക്ലാസ്സില് എന്താടി ഞങ്ങൾ പേപ്പർ ക്ലാസ്സിലുള്ളൂ. ടുട്ടാടി അല്ലോ രണ്ടും കൂടി എടി ഉമ്മേന എനിക്കത് കൊടുന്ന പോലെ കൊണ്ടുപോണ്ടേ. ഞങ്ങളവിടെ ഇരിക്കച്ചാ വായോ നടക്ക്. ഉമ്മയാരെ കുട്ടി വിചാരിക്കണ്ടാവേ ഇതുവരെ കൊറ്റനെ ആട്ടിയാൽ മതിയായിരുന്നു, പേരറ്റനെ ആട്ടേണ്ടി വന്നു. അതിപ്പോ വെള്ളം കുടിക്കട്ടെ. സംഭവം 9:30 ബ്രിന്റ് 9 മണിക്ക് എന്തായാലും പേര് വന്നതല്ലേ വെച്ചിട്ടേ എന്തായാലും പേര് വന്നല്ലേ. ഞാൻ പറഞ്ഞേ ഒരാള് മെഷീനിൽ നിന്ന് എടുത്തിട്ട് ഉണക്കിക്കൂടി. ഞാൻ താഴത്ത് പുളക്കാട്ടില് ഓൾക്ക് അവിടക്കല്ലേ സുഖം. അപ്പൊ എന്തായാലും വന്നില്ല വെച്ചാൽ ഞാൻ കുളിയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഉണക്കളതൊക്കെ ഉണക്കിക്കൂടി. വെറുതെ കണ്ട പണിയെടുത്തോളിന്ന് പറഞ്ഞേ. എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ. എല്ലാവർക്കും ഉപകാരം. എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഉപകാരപ്പെട്ടോട്ടെ. മക്കളെ ചായപ്പൊടി വെള്ളം കൊണ്ട് അല്ല എന്താണ് ചായപ്പൊടി വെള്ളം കൊണ്ട് എന്താണ് ക്ലാസ് ഒക്കെ തുടക്കാനില്ലേ? ചായപ്പൊടി വെള്ളം ഉപയോഗിച്ചാൽ മതി. അല്ലടി ഏതാ ചായപ്പൊടി? ഏത് ചായപ്പൊടിയാന്ന് ഞാൻ നോക്കട്ടെ. വലിയ ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചാൽ മതി. സാധാ ടിഷ്യൂ ഇല്ലേ അത് ആദ്യം വെള്ളമായിട്ട് തുടക്കുക, എന്നിട്ട് സാധാ ടിഷ്യൂ ഇട്ട് മൊത്തം തുടച്ചാൽ ആ ഒരു പാടുണ്ടാവും. ഇതൊക്കെയാണ് ഈ ചൊര. ഇതൊക്കെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സോട് കൂടി ഇതൊക്കെ വരച്ച് ഇപ്പൊ കൂടിക്കഴിഞ്ഞാല് വീടെങ്ങനെ മക്കളെങ്ങനെ നോക്കാം, വീടെങ്ങനെ ക്ലീൻ ആക്കാം, കറ എങ്ങനെ കളയാം, ഇതൊക്കെ തന്നെ. നിബുലാന്റെ മാപ്പിളത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പറയില്ലേ ഇജ്ജാതി കുരിപ്പോളാണല്ലോ ഞാൻ പേരെ കുറിച്ച്. പണിയെടുക്കാൻ മടിച്ച് മാത്രം കുട്ടിനെടുത്ത് നിൽക്കണ വിശാല. പണിയെടുക്കാൻ മാത്രം മടിച്ച് കുട്ടിനെടുത്ത് നിൽക്കുക. ചോറ് വിളമ്പാതെ കണ്ടേക്കാൻ പറയും എന്റെ കയ്യിൽ കുട്ടിയാണ് കണ്ടുകാണ്ട് വേഗം പോയി. അവ വെറുതെ നിൽക്കണ കുട്ടീനെ പോയെടുത്തതാണ്. അയ്യോ വാട്ടാ എടിച്ച് ചട്ടിയിലെ കറി വെക്കുക. അതുണ്ടാക്കിയ കറി ചട്ടിക്ക് വെച്ചതാ. ഞങ്ങൾ വരുന്ന പ്രമാണിച്ചാണോന്ന് അറിയില്ല കേട്ടോ. നിബുന്ന് സ്വന്തമായിട്ട് വെച്ചുണ്ടാക്കുകയൊക്കെ ചെയ്തിക്കണ്. കുട്ടികളുള്ളവർക്ക് ചെറിയരിക്കഞ്ഞും പിന്നെ മീൻകറിയും മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മന്തി കുറച്ചധികം വേവ് കൂടിയെന്ന് ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരുപാട് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടാ. എത്ര നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലും മടുപ്പ് വരാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സോളെ പിരിക്കുമ്പോഴാണല്ലോ അല്ലേ. കുറേ പഴയ വിശേഷങ്ങളും പുതിയ വിശേഷങ്ങളും വരാൻ പോണ വിശേഷങ്ങളും കഴിഞ്ഞ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടാ. എല്ലാവർക്കും ചെറിയ പാത്രം, ഓളെ പാത്രം നോക്ക്.
ചെറിയ കയ്യില് സ്പൂണാണ്. അങ്ങനെ കളിയും ചെറിയും വിശേഷങ്ങൾ പറച്ചിലും എല്ലാം കൂടിയായിട്ട് ഒരു അടിപൊളി ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇന്ന്. ശരിക്കും നമ്മൾ എത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഫ്രണ്ട്സായിട്ട് ഒന്ന് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിന് തന്നെ വല്ലാത്തൊരു സന്തോഷമായിക്കാരം. ഇനി കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ ഗ്രൂപ്പിൽ വല്ലാത്തൊരു ഓളാവൂട്ടാ. ഈ ഒരു ചൂടാറി കഴിയും വരെ ഭയങ്കര രസമാവും ഇതിൻ്റെ ഫോട്ടോസ് വിടലും വീഡിയോസ് വിടലും ഒക്കെ പാടിയിട്ട്. പിന്നെ ഞങ്ങൾ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇൻസ്റ്റയിൽ എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടു നോക്കണം. ഞങ്ങളെ ഒപ്പനയും ഡാൻസും എല്ലാം കൂടി ചാക്യാർകൂത്ത് പരുവത്തിലുള്ള എല്ലാവിധ റീൽസും അതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഞങ്ങളുടെ കൂടെ ഇതിൽ കൂടാത്ത ഒരുപാട് ഫ്രണ്ട്സുകൾ വേറെ ഉണ്ട്. അവരെല്ലാവരും ഈ ഒരു അവസരത്തിൽ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ കൂടിയ വീഡിയോസ് കാണുമ്പോൾ അവർക്കും ഒരുപാട് മിസ്സാവും എന്നറിയാം. എന്തായാലും ഇത്തവണ കൂടാൻ പറ്റാത്തവരെല്ലാവരും കൂട്ടിയിട്ട് അടുത്ത തവണ ഇതിലും ഉഷാറായിട്ട് ഞങ്ങൾക്ക് കൂടാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ഞങ്ങളെ ദിവസങ്ങൾ നിർത്താൻ കേട്ടോ. ഇതുപോലെ നിങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് കൂടാറുണ്ടോ? വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷം. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമ.